കഥ കണ്ണാടി. ജിൻഡോയെ ഞാൻ ആദ്യമായി കാണുമ്പോൾ തലമുടി കുതിരവാല് പോലെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. ഉറച്ച ശരീരം, ഇരുനിറം, കഷ്ടിച്ച് 5.5 അടി പൊക്കം, ഒരു 22 വരും പ്രായം. താടിരോമങ്ങൾ വൃത്താകൃതിയിൽ വെട്ടി അടുക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. മുഖത്ത് പുരികവും കീഴ്ചുണ്ടിന് താഴെ കുറച്ച് താടിരോമങ്ങളും ഒഴിച്ചാൽ മറ്റിടങ്ങളെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. ചിരിക്കാൻ ഏറെ ഇഷ്ടമുള്ള വ്യക്തിയാണെന്നതാണ് എന്നെ ആകർഷിച്ച പ്രധാന ഘടകം. നല്ലൊരു ചിരി എപ്പോഴും ആരെ കണ്ടാലും ഒരു മടിയുമില്ലാതെ നൽകും. നിഷ്കളങ്കമായ കറകളഞ്ഞ ചിരിയായിരുന്നു ജിൻഡോയുടേത്. സസൂക്ഷ്മം നിരീക്ഷിച്ചപ്പോഴാണ് പിടികിട്ടിയത് അവൻ ഏറ്റവും ഇഷ്ടവും ആ ചിരി തന്നെയായിരുന്നു. ചുമരുകളിൽ നിറഞ്ഞ നിലക്കണ്ണാടിയിൽ അവനത് ആവോളം ആസ്വദിച്ചു. സ്വന്തം ശരീരത്തെ പിടിച്ചു കെട്ടാനുള്ള പല മാർഗങ്ങളും പലരോടും ആരാഞ്ഞിരുന്നെങ്കിലും ഒന്നിലും മനസ്സുടക്കിയില്ല. പ്രഭാത നടത്തം പതിവാക്കി. കുറച്ചു കാലം യോഗയുടെ പുറകെയായിരുന്നു. പിന്നീട് ശരീരപുഷ്ടിക്കുള്ള മരുന്ന് സേവിച്ചു. അങ്ങനെ പല പല പരീക്ഷണങ്ങൾ. ഒടുക്കം പുതിയ കാലത്തെ ജിംനേഷ്യത്തിലായിരുന്നു ചെന്നെത്തിയത്. അതൊരു മുറിയായിരുന്നില്ല, ഹാളായിരുന്നു. വളരെ വലിയ ഹാൾ. ചുമരുകൾ നിറയെ കണ്ണാടികൾ പതിച്ചിട്ടുണ്ടായിരുന്നു. കറുത്ത പരവതാനി കണ്ണിനും മനസ്സിനും ഇമ്പമുണ്ടാക്കുന്ന തരത്തിൽ വിരിച്ചിട്ടിട്ടുണ്ട്. ഹാളിൽ പല ഭാഗങ്ങളിലായി വലുതും ചെറുതുമായ കറുത്ത സ്പീക്കറുകൾ അലക്ഷ്യമായി വെച്ചിട്ടുണ്ട്. നെഞ്ചിടിപ്പ് കൂട്ടുവാൻ ദ്രുതസംഗീതം ഉച്ചത്തിൽ മുഴങ്ങുന്നുണ്ട്. ഞാൻ ജിൻഡോയോട് പറഞ്ഞു, അധികം ആയാസമുള്ള പരിശീലന മുറകൾ ഒഴിവാക്കണം. പ്രായം തന്നേക്കാൾ 1/4 നൂറ്റാണ്ട് വരും. ഓക്കെ ബ്രോ എന്ന് പറഞ്ഞ് അടുത്ത ഇരുമ്പ് കൊമ്പിൽ തൂങ്ങി പുള്ളപ്പ് ചെയ്യുന്ന 60 കഴിഞ്ഞ തോമസ് സാറിന് നേരെ പുരികം പൊക്കി കാണിച്ചു. ജിൻഡോയുടെ ബ്രോവിളി തുടക്കത്തിൽ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയെങ്കിലും പതുക്കെ പതുക്കെ ഞാൻ ആ വിളി ആസ്വദിച്ചു തുടങ്ങി. വർക്കൗട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ പലപ്പോഴും കുശലാന്വേഷണങ്ങൾ നടത്തും. ആ ഇടവേളകളിലാണ് ജിൻഡോയിലേക്ക് കൂടുതൽ ഇറങ്ങാൻ സാധിച്ചത്. ഞാൻ മദ്യപിക്കാറില്ല, ഒരിക്കൽ ജിൻഡോ പറഞ്ഞു. ഞാൻ പുകവലിക്കാറില്ല, മറ്റൊരിക്കൽ പറഞ്ഞു. രാസലഹരികളൊന്നും എന്നെ ആകർഷിച്ചിട്ടില്ല. ഇടവേളയെ പകുത്തുകൊണ്ട് അവൻ്റെ അടുത്ത ക്ലയൻ്റ് എത്തി. അവൻ അവൾക്ക് വാമപ്പിൻ്റെ ബാലപാഠങ്ങൾ പകർന്നു. എല്ലാം ഒരു വട്ടം കാണിച്ചു കൊടുക്കും. അത് പലതവണ ആവർത്തിക്കാൻ നിർദ്ദേശിക്കും. അതാണ് അവൻ്റെ ശൈലി. പരിശീലനത്തിനിടയിൽ പലപ്പോഴും അവൻ്റെ ശ്രദ്ധ കണ്ണാടിയിലെ സുന്ദര രൂപത്തിലേക്ക് പതിയുന്നുണ്ടായി. ചേട്ടാ, വാമപ്പ് കഴിഞ്ഞു. കണ്ണാടിയിൽ നിന്നും ഒരു നിമിഷം കണ്ണുകൾ പുതുതായി ജിമ്മിലെത്തിയ നിമ്മിയിലേക്ക് തിരിഞ്ഞു. നിമ്മി വെളുത്തുമെലിഞ്ഞ് സുന്ദരിയായ കോളേജ് വിദ്യാർത്ഥിനിയാണ്. നിമ്മിക്ക് പേഴ്സണൽ ട്രെയിനറായി നൽകിയത് ജിൻഡോയെയാണ്. ജിൻഡോയ്ക്ക് ശിഷ്യരുടെ എണ്ണം കൂടിക്കൂടി വന്നു. പുഷപ്പ് എടുക്കാൻ കഷ്ടപ്പെടുന്നത് കണ്ട എന്നോട്, ബ്രോ ഇങ്ങോട്ട് വരൂ, ദാ ഈ ചുമരിൽ ഇതുപോലെ ചെയ്യും. പറയുമ്പോൾ ഗൗരവം മുഖത്ത് കാണാനുണ്ട്. അടുത്ത നിമിഷം കണ്ണുകൾ ഒരു കോണിലേക്ക് മാറ്റി മുടി റിബൺ അഴിച്ചു കെട്ടി വീണ്ടും കണ്ണാടിയിലേക്ക്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വെറുതെ ഒരു കുശലം. അമ്മ മാത്രം. അച്ഛൻ സിംഗിൾ പാരൻ്റാണ് ബ്രോ. ഹലോ. ആ സമയം ഡംബലിൽ ബൈസെപ്സ് സുന്ദരമാക്കാൻ ശ്രമിക്കുന്ന നിമ്മിയാണ് വിളിച്ചത്. കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വന്നു. പുള്ളപ്പ് ചെയ്യുന്ന ഉപകരണത്തിൽ എന്നെ കയറ്റി 20 കിലോയുടെ വെയിറ്റ് വെച്ച് മുട്ടുമടക്കി മുകളിലോട്ട് പൊങ്ങാൻ നിർദ്ദേശിച്ചു. ഞാൻ സകല ശക്തിയുമെടുത്ത് ആഞ്ഞു വലിഞ്ഞ് 2 തവണ ചെയ്തു. പറ്റില്ല ബ്രോ. ഞാനും ജിൻഡോയിലേക്ക് ഇറങ്ങി. വരൂ, പുതിയൊരു ഐറ്റം പരിചയപ്പെടുത്തി. സ്റ്റീലിൻ്റെ ദണ്ടിൽ പുഷപ്പ്. അവനത് പഠിപ്പിക്കുന്നതിനിടയിൽ സംശയവുമായി വീണ്ടും നിമ്മിയെത്തി. ഞാൻ അവർക്കിടയിൽ ഒരു ശല്യമാവുകയാണോ? പിന്നീട് ജിൻഡോയെ വിളിച്ചില്ലെങ്കിലും എൻ്റെ കണ്ണുകൾ ഞാൻ അറിയാതെ അവരെ പിന്തുടർന്നു. നിമ്മിയുടെ കണ്ണുകളിൽ പ്രണയം വിടരുന്നത് കണ്ടു, ഒരു പൂ വിടരുന്നത് പോലെ. അവൾ അവനോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. ചിരിച്ചുകൊണ്ടവൻ മറുപടിയും നൽകുന്നുണ്ട്. 2 ജീവനുകൾ പരസ്പരം അടുക്കുന്നതായി തോന്നി. അടുത്ത ദിവസം ജിൻഡോ വന്നത് പുതിയ ഹെയർ സ്റ്റൈലിലാണ്. കുതിരവാല് വെട്ടി കളർ ചെയ്തിട്ടുണ്ട്. ബ്രോ, എൻ്റെ ATM കാർഡ് കളഞ്ഞുപോയി. ഒരു നീണ്ട സംസാരത്തിൻ്റെ തുടക്കം. അവനിഷ്ടം വസ്ത്രങ്ങളോടാണ്. ടീഷർട്ടുകൾ ഇടാനാണ് കൂടുതലിഷ്ടം. പിന്നെ ജീൻസും. ഷൂസുകൾ പലവിധമുണ്ട്. യാത്രകൾ ഏറെ ഇഷ്ടമാണ്. മൊബൈലിൽ ബൈക്ക് റൈഡിൻ്റെയും
ഹിൽ സ്റ്റേഷനുകളിൽ വെച്ച് എടുത്തതുമായ ഫോട്ടോകൾ കാണിച്ചു. സെൽഫി ആണല്ലോ, ഫ്രണ്ട്സിനെ കൂട്ടാറില്ലേ? എൻ്റെ സംശയം. ഇല്ല ബ്രോ, യാത്രകൾ എപ്പോഴും ഒറ്റയ്ക്കാണ്. അതാവുമ്പോൾ അടിപൊളിയാണ്. എവിടെ വേണേലും പോകാം, ചിലവും കുറവാണ്. കിട്ടുന്ന ശമ്പളം എല്ലാറ്റിനും കൂടി തികയുമോ? ആ ചോദ്യം വെറുതെയായി. അവനെ നിമ്മി വീണ്ടും വിളിച്ചു. അവരുടെ സംസാരം നാൾക്കുനാൾ നീളുന്നതായി കണ്ടു. ഒരിക്കൽ, എന്താണ് ബ്രോ ഒരു ചുറ്റിക്കളി? ഞാൻ ചോദിച്ചു. ഒന്നുമില്ല. അവൾക്ക് സംശയം ഇത്തിരി കൂടുതലാണ്. ഇപ്പോൾ എൻ്റെ വീട്ടുകാര്യം അറിയണം. വീട്ടിൽ ആരൊക്കെയുണ്ട്, സഹോദരങ്ങൾ? ഞാനൊന്നും പറഞ്ഞില്ല. അതെന്താ? പറയാൻ എന്തെങ്കിലും വേണ്ടേ ബ്രോ? അടുത്ത ഫ്ലോറിലേക്ക് മാറി അവൻ പുഷപ്പ് എടുത്തുകൊണ്ടിരുന്നു. തുടർച്ചയായി കുറേ നേരം. ഞാൻ എണ്ണിയില്ല. ഒടുവിൽ കിതച്ചുകൊണ്ട് അടുത്ത ക്ലയൻറ്റിനടുത്തേക്ക്. പുതിയ മെഷീനുകൾ പരിചയപ്പെടുത്തിക്കൊണ്ട്. എപ്പോഴും ചിരിക്കുന്ന ജിൻഡു പെട്ടെന്ന് വികാരാധീനായി. ചിരി ഒരാവരണമായിരുന്നു. അടുത്ത ദിവസം ഞാൻ ഫ്ലോറിലെത്തിയപ്പോൾ അവൻ കണ്ണാടിയിൽ നോക്കി പുതിയ ഹെയർ സ്റ്റൈൽ ആസ്വദിക്കുകയായിരുന്നു. എന്നോടൊരകൽച്ചയുണ്ടായിരുന്നു. നിമ്മി വന്നു. അവൾക്ക് പുതിയ ട്രെയിനറാണെന്ന് റിസപ്ഷനിൽ നിന്ന് അറിയിച്ചു. റിസപ്ഷനിസ്റ്റുമായി അവൾ തർക്കിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എന്തിനെന്നറിയില്ല. കുറച്ചു കഴിഞ്ഞ് മാനേജർ റിസപ്ഷനിലെത്തി. നിമ്മി അയാളോട് എന്തൊക്കെയോ പറയുന്നു. ഒന്നും കേൾക്കാൻ സാധിച്ചില്ല. ജിൻഡോ കണ്ണാടിയിൽ നിന്നും മുഖം മാറ്റാതെ പല രീതിയിലുള്ള ചിരികൾ സ്വയം ആസ്വദിച്ചു. മാനേജർ അവനെ വിളിപ്പിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ കണ്ടത് ജിൻഡോയുടെ പിറകിലായി താഴ്ത്തിയ മുഖവുമായി നടക്കുന്ന നിമ്മിയെയാണ്. അവൻ അവളോടൊന്നും സംസാരിച്ചില്ല. പുതിയ വർക്കൗട്ട് രീതികൾ പഠിപ്പിച്ചു. റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇടയ്ക്ക് അവളുടെ കണ്ണുകൾ അവനിൽ പതിയുന്നുണ്ട്. എന്തൊക്കെയോ ചോദിക്കുന്നുമുണ്ട്. ഒന്നിനും മറുപടിയില്ല. കണ്ണാടിയിലെ സുന്ദര രൂപത്തിലായിരുന്നു അവൻ്റെ ശ്രദ്ധ. എന്നോടും പിന്നീടൊന്നും സംസാരിച്ചില്ല. ഒഴിവുവേളകൾ കണ്ണാടിക്ക് മുന്നിൽ മുഖം മിനുക്കി പുതിയൊരാവരണമുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു.